ഹായ്, ഇന്ന് ഞാൻ ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കഥയിലൂടെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മണ്ണിൽ, പ്രത്യേകിച്ച് ചവറ നീണ്ടകര ബെൽറ്റിൽ ധാരാളം തോറിയം അടങ്ങുന്നു. അതാണല്ലോ അവിടെ കരിമണൽ ഖനനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഈ കരിമണൽ തോറിയത്തിൽ നിന്ന് ധാരാളം റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും കേട്ടിരുന്നതാണ് കേരളത്തിലെ മണ്ണിൽ നിന്ന് റേഡിയേഷൻ വരുന്നത് കാരണം കേരളത്തിൽ ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നു എന്നുള്ളത്. ഇതിലെന്താണ് വാസ്തവം? ധാരാളം മെഡിക്കൽ എക്സ്പേർട്സ് അവരുടെ അഭിപ്രായത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കാര്യം തന്നെയാണ്. അതായത് കേരളത്തിലെ മണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം കേരളത്തിൽ ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നു എന്നുള്ളത്. പക്ഷേങ്കിൽ അതിൻ്റെ വാസ്തവം എന്താണ്? ഇവിടെയാണ് ഞാനും എൻ്റെ കൊളീഗ്സും നടത്തിയ ഒരു പഠനം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൈറോയിഡ് ക്യാൻസറിൻ്റെ നിരക്ക് ഗണ്യമായി കൂടുന്നു. ഇൻഫാക്റ്റ് കേരളത്തിലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ടോപ്പ് 3 ക്യാൻസേഴ്സിൽ നമ്പർ 3 ആണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് പ്രദേശങ്ങളിൽ ഇതിൻ്റെ നിരക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് തൈറോയിഡ് ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നു എന്നുള്ളതിനെ പറ്റി ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നിനും ഒരു ക്ലിയർ കട്ട് ആൻസർ ഉണ്ടായില്ല. എന്നാൽ 2016-17 ഞാൻ നടത്തിയ ഗവേഷണത്തിലൂടെ കേരളത്തിലെ സ്ത്രീകൾ തൈറോയിഡ് ക്യാൻസറിൻ്റെ അളവ് കൂടാനുള്ള കാരണം ഇവിടെ ഹെൽത്ത് കെയർ ആക്സസ് കൂടുതലാണെന്നുള്ളതും ഡെവലപ്ഡ് കൺട്രീസിലുള്ള അതേ പ്രതിഭാസമാണ് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതും ഞാൻ പങ്കുവെക്കുകയുണ്ടായി. അത് ഫീൽഡിലെ എൻഡോക്രൈനോളജി, ഓങ്കോളജി ഫീൽഡിലെ ഏറ്റവും ടോപ്പ് ജേർണലാണ് പബ്ലിഷ് ചെയ്തത്. അതിനെതിരെ ധാരാളം ക്രിറ്റിസിസം ഉണ്ടെങ്കിലും 2020 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ക്യാൻസർ റിപ്പോർട്ടിൽ, രജിസ്ട്രി റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ തൈറോയിഡ് ക്യാൻസറിൻ്റെ അളവ് കൂടാനുള്ള കാരണം ഡോക്ടർ അജു മാത്യു അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും അവതരിപ്പിച്ച പഠനത്തിലൂടെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2017 ഞാൻ പറഞ്ഞ കാരണമാണ് 2020 അതിന് ശാസ്ത്രീയമായ കാരണമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റും അംഗീകരിച്ചുകൊണ്ടുള്ള പഠനമാണ് 2020 വന്നത്. മാത്രമല്ല വേറെ പഠനങ്ങളും വന്നിട്ടുണ്ട്. കേരളത്തിലെ മണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ്റെ എമിഷൻ അത് വളരെ ഹൈ അല്ല, മാത്രമല്ല അതിലൂടെ ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നില്ല എന്നുള്ള പഠനവും ഈ സമീപ കാലഘട്ടത്തിൽ വന്നു. അപ്പോൾ ധാരാളം പഠനങ്ങൾ ഈ സമീപ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. റേഡിയേഷൻ കേരളത്തിൽ കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ റേഡിയേഷൻ തോറിയം സാൻഡിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം ഹെൽത്ത് ഹസാർഡ്സ് ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള കോൺഫറൻസസിലും കോൺഗ്രസ്സുകളിലും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ക്യാൻസറിൻ്റെ നിരക്ക് കൂടാനുള്ള കാരണം ഇവിടുത്തെ മണ്ണിനുള്ള റേഡിയേഷൻ ആണോ എന്നുള്ളത്. ലെറ്റ് മീ സേ വൺസ് ആൻഡ് ഫോർ ഓൾ, ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാനത് സെറ്റിൽ ചെയ്യട്ടെ. കേരളത്തിലെ മണ്ണിൽ തോറിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നുള്ളത് വാസ്തവം. അതിൽ നിന്നുള്ള റേഡിയേഷൻ എമിഷൻ ഒരിക്കലും ക്യാൻസർ അധികമാകാൻ കാരണമാകുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായുള്ള വസ്തുത. അതിന് ഉദാഹരണമായി പറയുന്ന തൈറോയിഡ് ക്യാൻസറിൻ്റെ നിരക്ക് കൂടുന്നു എന്നുള്ള പഠനം, അതിൻ്റെ വസ്തുതാപരമായുള്ള കാര്യം ശാസ്ത്രീയമായി ഞാൻ തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് പോലും ഈ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, കേരളത്തിൽ ക്യാൻസറിൻ്റെ നിരക്ക് കൂടാനുള്ള കാരണം നമ്മുടെ എക്സ്പോഷേഴ്സ് അല്ല, എൻവയൺമെൻറ്റൽ എക്സ്പോഷേഴ്സ് അല്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ ആൻഡ് ഷെയർ. ടേക്ക് കെയർ.